പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി അതുപോലെയൊക്കെ തന്നെ ആമീൻ. കർത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ദാനമാണ്. ഉറക്കം എന്നതും ദൈവത്തിൻ്റെ ദാനമാണ്. ഇന്ന് അനേകം പേർ ഉറങ്ങാൻ കഴിയാതെ വിഷമിക്കുന്ന വ്യക്തിത്വങ്ങളുമുണ്ട്. ഇന്ന് നാം എടുക്കുന്ന വേദഭാഗം ഉത്തമഗീതം 5-ാം അധ്യായം 2-ാം തിരുവചനം. അവിടെ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള സംഭാഷണത്തിൽ മണവാട്ടി പറയുന്ന ഒരു കാര്യമാണ്. ഉത്തമഗീതം എന്ന പുസ്തകം തന്നെ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ഒരു പ്രേമഗീതമാണ്. മണവാളൻ കർത്താവാണ്, മണവാട്ടി നിങ്ങളുടെയും എൻ്റെയും ആത്മാവാണ്. അപ്പോൾ നമ്മുടെ ആത്മാവാകുന്ന മണവാട്ടി ഇവിടെ പറയുകയാണ്. ഉത്തമഗീതം 5-ാം അധ്യായം 2-ാം തിരുവചനം, ഞാൻ ഉറങ്ങി, പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു, അതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു. ഞാൻ ഉറങ്ങി, പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയുടെ പ്രത്യേകത ഉറക്കത്തിലും ഉണർവിലും കർത്താവിനോട് കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ഇവിടെ മണവാട്ടിയാകുന്ന ആത്മാവ് പറയുകയാണ്, ഞാൻ ഉറങ്ങി, പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുകയാണ്. അപ്പോൾ ആ മണവാട്ടിയുടെ പ്രത്യേകത ഇതാണ്. മണവാട്ടി മണവാളനോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ പോലും മണവാളനെ കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് മണവാളൻ വരുന്നത് എന്ന് കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ്. യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പുകയാണെങ്കിൽ ഈ മണവാട്ടി പറഞ്ഞത് നമ്മുടെ ആത്മാവും പറയും, ഞാൻ ഉറങ്ങുകയാണ്, എന്നാലും എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു. അങ്ങനെ ഹൃദയം ഉണർന്നിരിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം അവിടെ 25 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. 26-ാമത്തെ വാക്യം, അപ്പോൾ ഉന്മേഷവാനായി ഞാൻ ഉണർന്നു, എൻ്റെ ഉറക്കം സുഖകരമായി. അപ്പോൾ ഉന്മേഷവാനായി ഞാൻ ഉണർന്നു, എൻ്റെ ഉറക്കം സുഖകരമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇന്ന് അനേകം ആളുകൾ ഉറക്കമില്ലാത്ത അവസ്ഥയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിക്കിട്ടിയാൽ നല്ലതായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു അല്പസമയം ഒന്ന് ശാന്തമായി പ്രശാന്തമായി മനസ്സ് വന്നിരുന്നാൽ എത്രയോ നല്ലതായി. അപ്പോൾ ഇവിടെ പ്രവാചകൻ പറയുകയാണ്, അപ്പോൾ ഞാൻ ഉന്മേഷവാനായി ഉണർന്നു. കാരണം ഉറക്കത്തിലും പ്രവാചകൻ്റെ ഹൃദയം അല്ലെ ആ മണവാട്ടിയുടെ ഹൃദയം എങ്ങനെ ഉണർന്നിരുന്നോ അതുപോലെ ആയിരുന്നത് കൊണ്ട് ഉറക്കം ഉന്മേഷമുള്ളതായി തീർന്നു എന്ന പ്രവാചകൻ പറയാണ്, എൻ്റെ ഉറക്കം സുഖകരമായി. അപ്പോൾ നല്ല ഉറക്കം കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി ഏതെങ്കിലും മരുന്നുകളെ ആശ്രയിക്കുക എന്നതിലുപരിയായിട്ട് യേശുക്രിസ്തുവിൽ കർത്താവിൽ നമ്മുടെ ഹൃദയം ഉറപ്പിച്ചിരിക്കുക. കർത്താവിലാണ് നമ്മുടെ ഹൃദയമെങ്കിൽ ഉറക്കത്തിലും ഉണർവിലും നമ്മൾ കർത്താവിനോട് കൂടെയായിരിക്കും. ഉറക്കത്തിലും ഉണർവിലും നമ്മൾ കർത്താവിനോട് കൂടെയാണെങ്കിൽ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ നമ്മെ ഓരോ നിമിഷവും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കും. ഇന്ന് പലപ്പോഴും പലരും ഓടിപ്പോകുന്നത് എവിടെയാണ് അനുഗ്രഹം ലഭിക്കുന്നത് എന്നാണ്. എവിടെയാണ് എനിക്ക് കൃപ ലഭിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, നിങ്ങളുടെയും എൻ്റെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവന് വേണ്ടി കാത്തിരിക്കാൻ, അവന് വേണ്ടിയുള്ള ഒരു ദാഹം, മണവാളിന് വേണ്ടിയുള്ള ദാഹം നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം 100% ഉറപ്പ്. അനുഗ്രഹം തേടി വേറെ എങ്ങും പോകേണ്ടതില്ല. നമ്മൾ അനേകം സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കുന്നു,
ദൈവവചനങ്ങൾ ധ്യാനിക്കുന്നു. ഇതെല്ലാം നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മണവാളനെ, ആ മണവാട്ടി കണ്ടതുപോലെ കാണുമ്പോഴാണ്. അല്ലെ പ്രവാചകൻ കാത്തിരുന്നത് പോലെ മണവാളനായ കർത്താവിനെ കാത്തിരിക്കുമ്പോഴാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുകയാണ്, 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ, സഹോദരരെ, സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല. കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരും എന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് കള്ളൻ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് കള്ളൻ വരുന്നത്. ഇതാണ് പറയുന്നത്. സമാധാനവും ഭദ്രതയുമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവർ പറയും, എല്ലായിടത്തും സമാധാനം, എല്ലായിടത്തും ഭദ്രത, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട, നിങ്ങളെല്ലാം സമാധാനത്തോടെ ഇരിക്കുവിൻ, ഇവിടെ എല്ലാം ഭദ്രമാണ്, ഇവിടെ എല്ലാം സേഫാണ്, എല്ലാം വളരെ പ്രൊട്ടക്റ്റഡാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് സഹോദരരെ, ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങൾ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത്. ഉറക്കം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു അന്ധകാരമുണ്ട്. ഉറക്കം എന്ന് പറയുമ്പോൾ അവിടെ ഒരു അന്ധകാരത്തിൻ്റെ ഒരു 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 ധ്വനിയുണ്ട് അവിടെ. അതുകൊണ്ട് നിങ്ങളാരും ഉറക്കത്തിൻ്റെ മക്കളല്ല, നിങ്ങളാരും അന്ധകാരത്തിൻ്റെ മക്കളല്ല, നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. നമ്മൾ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല, പൗലോസ്ലീഹ പറയുകയാണ്. അപ്പോൾ പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ പാപത്തിൽ തുടരാനായിട്ട് ജനിച്ചവരല്ല, നിങ്ങൾ പാപത്തിൽ ജീവിക്കാൻ വേണ്ടിയല്ല ഈ ഭൂമിയിലേക്ക് പിറന്നു വീണിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ അറിയുവാനും ആ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും ആ ദൈവത്തെ സത്യമായി ആരാധിക്കുവാനുമായിട്ടാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത്. എന്നിട്ട് നിങ്ങൾ ഉറങ്ങിക്കഴിയുകയല്ല വേണ്ടത്. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായി തീർന്ന് ഇരിക്കാം. അവിടെ പൗലോസ്ലീഹ പറയുകയാണ്. അപ്പോൾ ഉറക്കത്തിലും ഉണർന്നിരിക്കുന്ന ഹൃദയം, ഉത്തമഗീതത്തിലെ മണവാട്ടി നമ്മൾക്കിന്ന് കാണിച്ചു തരുന്ന മാർഗം ഇതാണ്. ഹൃദയം കർത്താവിനോട് ചേർന്നിരിക്കുക. അപ്പോൾ പകൽ മാത്രമല്ല, രാത്രിയിലും നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുക. സാധാരണ പറയാറുണ്ട്, രാത്രിയിൽ ആണ് പാപങ്ങൾ കൂടുതലായിട്ട് ആധിപത്യം പുലർത്തുന്നത് എന്ന്. പ്രത്യേകിച്ച് അർദ്ധരാത്രിയിലൊക്കെ എല്ലാവരും ഉറങ്ങിക്കഴിയുന്നതായ സമയത്ത് പാപം ചെയ്യുന്നവൻ ഉണർന്നിരിക്കും, അവൻ തിന്മ പ്രവർത്തിക്കാൻ വേണ്ടി. അന്ധകാരത്തിൻ്റെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ തിന്മ ശക്തിപ്പെടുന്ന സമയം എന്ന് പറയുന്നത് രാത്രിയാണ്. അത് മോഷണമാണെങ്കിലും വ്യഭിചാരമാണെങ്കിലും മറ്റ് തലത്തിലുള്ള മ്ലേച്ഛ പാപങ്ങളാണെങ്കിലും ഏത് തരത്തിലുള്ള പാപങ്ങളാണെങ്കിലും ശക്തിപ്പെടുന്നത് രാത്രിയിലാണ്. എല്ലാവരും ഉറങ്ങിക്കഴിയുന്ന സമയത്ത് പാപം ചെയ്യാൻ പ്രേരണയുള്ള വ്യക്തി, അല്ലെ പാപം ചെയ്യുവാൻ താല്പര്യമുള്ള വ്യക്തി ഉണർന്നിരിക്കും. മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. പാപം ചെയ്യാൻ വേണ്ടി ഉണർന്നിരിക്കാം, ഉറക്കം കളയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ പ്രാർത്ഥിക്കാനായി അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനായിട്ട് നേരത്തെ ഉണർന്ന് ദേവാലയത്തിൽ പോകുവാൻ അല്ലെങ്കിൽ ദൈവവചനങ്ങൾ ധ്യാനിക്കാനായി അത് പറ്റത്തില്ല. അത് മനുഷ്യനിലുള്ള തിന്മ, ആ ടെൻഡൻസി, നമ്മുടെ ടെൻഡൻസി നമ്മളെ പുറകോട്ട് വലിക്കുകയാണ്. ഉറക്കത്തിലും ഉണർന്നിരിക്കുന്ന ഹൃദയമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ പൗലോസ്ലീഹ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്, നിങ്ങളാരും അന്ധകാരത്തിൻ്റെ മക്കളല്ല, നിങ്ങളാരും ഉറക്കത്തിൻ്റെ മക്കളും അല്ല. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായി ഇരിക്കാം. ഉറങ്ങുന്നവൻ രാത്രിയിലാണ് ഉറങ്ങുന്നത്. പൗലോസ്ലീഹ വീണ്ടും ആ വചനം പറയുകയാണ്, ഉറങ്ങുന്ന ആളുകളൊക്കെ രാത്രിയിലാണ് ഉറങ്ങുന്നത്, അത് നമുക്കറിയാം. പിന്നെ മദ്യപിച്ച് ഉന്മത്തരാകുന്നവർ രാത്രിയിലാണ് ഉന്മത്തരാകുന്നത്. അവർക്ക് സന്തോഷം, ആ പാപം ചെയ്യുന്നതിനുള്ള സന്തോഷം രാത്രിയിലാണ്. എന്നിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയെന്ന പടുത്തപ്പയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കും. എന്തെന്നാൽ നാം ക്രോധത്തിനിരയാകണം എന്നല്ല, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണം എന്നാണ് ദൈവം നിശ്ചയിച്ചത്. അവ രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ നമ്മൾ ക്രോധത്തിനിരയാകുന്ന രാത്രിയുടെ മക്കൾ, ഉറങ്ങിക്കഴിയുന്നവർ, അല്ലെങ്കിലോ യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കുന്ന പകലിൻ്റെ മക്കൾ.
അപ്പോൾ 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഒന്നുകിൽ രാത്രി അവിടെ അന്ധകാരമാണ്, അവിടെ നമുക്കെന്ത് ചെയ്യാം, ഉറങ്ങിക്കഴിയാം, അല്ലെങ്കിൽ തിന്മ ചെയ്യാം, അതിനുള്ള സ്വാതന്ത്ര്യങ്ങളെല്ലാം ഉണ്ടെന്ന്. അല്ലെങ്കിലോ പകലിൻ്റെ മക്കൾ, ഉണർന്നിരിക്കുന്ന മക്കൾ, അവർ കർത്താവിനെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ചൂടിൽ, കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ചൂടിൽ ഉണർന്നിരിക്കുന്നവർ, അവരാണ് തീക്ഷ്ണതയുള്ള ആളുകൾ എന്നൊക്കെ പറയുന്നത്. രക്ഷ പ്രാപിക്കുന്നവരായി ദൈവം അവരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മൾ ഏത് ഗണത്തിൽപ്പെടും എന്ന് നമുക്കിന്നൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടി അവൻ കുരിശിൽ മരിച്ചു. അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഉറക്കത്തിലും ഉണർവിലും നാം അവരോടൊത്ത് ജീവിക്കുന്നതിന് വേണ്ടി. സാധാരണ ഉണർന്നു നിന്നിരിക്കുന്ന വ്യക്തികൾക്കാണ് അറിയാവുന്നത് ഞാൻ കർത്താവിനോട് കൂടെയാണ്. ഉറങ്ങുന്ന വ്യക്തിക്ക് ഞാൻ ബോധമില്ലാതെ ഉറങ്ങുകയല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കും. പക്ഷേ ഇവിടെ ഉത്തമഗീതത്തിലെ മണവാട്ടി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം ഇതാണ്: ഞാൻ ഉറങ്ങിക്കഴിയുകയാണ് എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. കാരണം അവനെ കാത്തിരിക്കുകയാണ് ഞാൻ. എപ്പോഴാണ് അവൻ വരുന്നത് എന്ന് കാത്തിരിക്കുകയാണ്. നമുക്കറിയാം 10 കന്യകമാർ, അവർ 5 കന്യകമാർ ബുദ്ധിയുള്ള കന്യകമാരായിരുന്നു. അവർ മണവാളൻ വരുന്നത് കാത്തിരുന്ന സമയത്ത് വിളക്കിൻ്റെ കൂടെ എണ്ണയും കൂടി കരുതി അവർ. എന്നാൽ ബുദ്ധിഹീനരായ 5 കന്യകമാരാകട്ടെ, അവരും വിളക്കെല്ലാം എടുത്തു, പക്ഷേ എണ്ണ കൂടെ കരുതിയില്ല. രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് മണവാളൻ വരുന്നത്. ഉറങ്ങിയിരിക്കുന്ന സമയത്ത് മണവാളൻ വരികയാണ്. മണവാളൻ വരുന്നത് കേട്ടപ്പോഴത്തേക്ക്, ഇത് വാതിൽ തുറക്ക്, മണവാളൻ വന്നു, വാതിൽ തുറക്ക്. പെട്ടെന്ന് ശബ്ദം കേൾക്കുകയാണ്, പെട്ടെന്ന് വാതിൽ തുറക്ക്. അപ്പോൾ ആ ബുദ്ധിഹീനരായ കന്യകമാർ പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് കൂടുകയാണ്. ബുദ്ധിമതികളെ, ഞങ്ങൾക്ക് ഇച്ചിരി എണ്ണ തരാമോ? ഞങ്ങളിവിടെ ഇച്ചിരി പരിശുദ്ധാത്മാവിനെ ഒന്ന് പ്രാപിച്ചോട്ടെ. നിങ്ങൾ വചനം നിറഞ്ഞു നിൽക്കുകയല്ലേ, ഞങ്ങൾക്കൂടെ കുറച്ച് വചനം തരാമോ? താമസിച്ചു പോയി. ഞങ്ങളൊന്ന് കൃപയിൽ വന്നോട്ടെ, ഞങ്ങളൊന്ന് കൃപയിൽ നിറഞ്ഞോട്ടെ. കൃപയാകുന്ന എണ്ണ, ദൈവത്തിൻ്റെ കരുണയാകുന്ന എണ്ണ, അതിൽ ഞങ്ങൾ നിറഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ബുദ്ധിമതികളായ കന്യകമാർ, അവർ മാത്രമാണ് മണവാളനെ സ്വീകരിക്കാനായിട്ട് ഇറങ്ങുന്നത്. ആ ബുദ്ധിഹീനരായ കന്യകമാർക്ക് അവരെണ്ണ ചോദിക്കുന്നുണ്ടെങ്കിലും എണ്ണ കിട്ടുന്നില്ല. അവർ കൃപ ചോദിക്കുന്നുണ്ട്, കരുണ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊരു സമയം വരും എന്ന് നമ്മളാരും ചിന്തിക്കാറില്ല. നമുക്കറിയാം, ദൈവം കാരുണ്യവാനാണ്, ക്ഷമാശീലനാണ്, സ്നേഹനിധിയാണ്. അവനെപ്പോഴും നമ്മോട് കരുണ കാണിക്കുന്നവനാണ്. ആ കരുണയെ മാത്രമേ നമുക്കറിയാവൂ. നമ്മൾ പ്രസംഗിക്കുന്നതും കരുണയെക്കുറിച്ചാണ്. എന്നാൽ ഒരു സമയം വരാനിരിക്കുന്നു, ഒരു സമയം വരും. കരുണയുടെ സമയം കഴിഞ്ഞാൽ പിന്നെയുള്ളത് ആ കരുണയുടെ കർത്താവിനെ നമ്മൾ കാണാൻ പോകുന്നത് ന്യായവിധിയുടെ കർത്താവായിട്ടാണ്. അതിനെക്കുറിച്ച് നമ്മളാരും ചിന്തിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, സുറിയാനി ഓർത്തഡോക്സ് സഭയിൽ എപ്പോഴും ഓർക്കേണ്ട 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്നതും കുർബാന ക്രമം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തെ പേജിൽ കാണാം. എപ്പോഴും ഓർക്കേണ്ട 4 കാര്യം. 1 മരണം, 2 ന്യായവിധി, 3 നരകം, പിന്നെ സ്വർഗം. മരണമുണ്ടെന്നോ ന്യായവിധിയുണ്ടെന്നോ നരകമുണ്ടെന്നോ സ്വർഗമുണ്ടെന്നോ ഒന്നും ചിന്തയില്ലാത്ത പോലെയാണ് വിശ്വാസികളായ ചിലരുടെ ജീവിതം. വിശ്വാസികളെന്ന് വിളിക്കപ്പെടുന്നവരുടെ ജീവിതം. അവർ ഉറങ്ങിക്കഴിയുകയാണ്. അതുകൊണ്ടാണ് ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത്. പൗലോസ്ലീഹ പറയാണ്, ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത്.
മദ്യപിച്ച് ഉന്മത്തരാകുന്നവർ രാത്രിയിലാണ് ഉന്മത്തരാകുന്നത്. നമ്മളോ ഉറക്കത്തിലും ഉണർവിലും അവനോട് ഒന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. അതിനാൽ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പോലെ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പര ഉന്നമനത്തിന് വേണ്ടി യത്നിക്കുകയും ചെയ്യും. പരസ്പരം ആത്മീയ അഭിവൃദ്ധി നൽകുന്നതിന് വേണ്ടി യത്നിക്കണം. പിന്നെയോ നിങ്ങൾ തമ്മിൽ ആശ്വസിപ്പിക്കണം. ഉറക്കത്തിലും ഉണർവിലും അവനോടൊത്ത് ജീവിക്കാൻ ആണ് അവൻ നമുക്ക് വേണ്ടി. അവനെ നമ്മൾ കാത്തിരിക്കണം. മാറാനാഥ എന്നാണ് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. മോറാൻ യേശു. കർത്താവേ വരണമേ. മാറാനാഥ, കർത്താവേ വരണമേ. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനാണ്, ഞങ്ങൾ കർത്താവേ നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യും. വിശുദ്ധ കുർബാനയിൽ ഇതെല്ലാം നമ്മൾ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണോ പ്രാർത്ഥിക്കുന്നതെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കർത്താവേ നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾ നിൻ്റെ മരണത്തെയാണ് ഓർക്കുന്നത്. നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു. നിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങളിതാ നോക്കിപ്പാർക്കും. നിൻ്റെ മരണവും നിൻ്റെ പുനരുത്ഥാനവും നിൻ്റെ രണ്ടാമത്തെ വരവും ഞങ്ങൾ ഇവിടെ അനുസ്മരിക്കും. നമ്മുടെ ഒരു ദേവാലയത്തിൽ ചെന്നാൽ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചോ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചോ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചോ ഉള്ള ചിന്തയോടെ വിശുദ്ധ കുർബാനയിൽ അറ്റൻഡ് ചെയ്യുന്നവർ എത്ര പേരുണ്ട് എന്ന് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്താൽ മതി. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാൻ പോകേണ്ട കാര്യമില്ല. ആ മണവാട്ടിയുടെ ഹൃദയമാണോ, ഉത്തമഗീതത്തിലെ മണവാട്ടിയുടെ ഹൃദയമാണോ എൻ്റേത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി. മണവാട്ടി പറഞ്ഞു, ഞാൻ ഉറങ്ങുകയാണ്, പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയതമനെ നോക്കിപ്പാർത്തിരിക്കുകയാണ്. കർത്താവേ നിൻ്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കിപ്പാർത്തിരിക്കുകയാണ്. കർത്താവേ നീ വരും എന്ന് ഞങ്ങൾക്കറിയാം. നീ പോയ പോലെ തന്നെ നീ തിരിച്ചു വരും എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് പറയുന്നില്ലേ, അവൻ പോയ പോലെ തന്നെ അവൻ തിരിച്ചു വരും. അവൻ തിരിച്ചു വരും. അവൻ വരും. അവൻ വീണ്ടും വരും. പക്ഷേ അവൻ വീണ്ടും വരുമ്പോൾ നമ്മൾ ഉറങ്ങിക്കാണപ്പെടണോ ഉണർന്ന് കാണപ്പെടുന്നോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളെങ്ങനെ കാണപ്പെടും എന്നതിനെ ആശ്രയിച്ചിരിക്കും തുടർന്നുള്ള നമ്മുടെ പ്രതിഫലം. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള തിരുവചനങ്ങൾ നല്ല സുപരിചിതമായ വചനങ്ങളാണ്. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ടായിരിക്കണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. ഉറങ്ങിക്കഴിയാതെ ഉറക്കം വിട്ട് ഉണരേണ്ട സമയമായി. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെ ഒരു 24 മണിക്കൂർ പോലെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പാതിരാത്രി, അതായത് 12 മണിക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഇങ്ങനെ ഒരു ദിവസം തുടങ്ങുന്ന പോലെ നമ്മൾ തുടങ്ങും. ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കം നമ്മൾ നോക്കുക. കോടാനുകൂടി വർഷങ്ങൾക്ക് മുമ്പ് ആയിരിക്കും പ്രപഞ്ചം തുടങ്ങി. ജീവജാലങ്ങൾ, മനുഷ്യൻ ജീവിക്കുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇങ്ങനെ ഉച്ചയായി. അതിനുശേഷം എന്താണ്, യേശുക്രിസ്തു വരുന്നു. യേശുക്രിസ്തു കുരിശിൽ മരിക്കുന്നു. പിന്നെ 2000 വർഷങ്ങൾ അതിന് ശേഷം, അപ്പോൾ ഏതാണ്ട് വെളുപ്പിനെ 12 മണിക്ക് തുടങ്ങിയതാണ്. അതിങ്ങനെ കഴിഞ്ഞ് വന്ന് രാത്രി 11:15 ഇപ്പോൾ ഈ സമയം ഇന്ന് എന്ന് പറയുന്നത് ഇനിയും രാത്രി കഴിയാറായി. 12 മണി എന്ന് പറഞ്ഞാൽ എന്താണ്, പുതിയ ദിവസം തുടങ്ങിയാണ്. അപ്പോൾ ഇവിടെ കർത്താവ് നമ്മളോട് പറയുകയാണ്, പൗലോസ്ലീഹ വഴി പറയുകയാണ്, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാ ഒരു ദിവസത്തിന് നമ്മൾ തുടങ്ങിയാണ്. പ്രപഞ്ചം തുടങ്ങി, അത് തീർന്ന് ഇങ്ങനെ വന്നു പ്രപഞ്ചത്തിൻ്റെ അവസാന മണിക്കൂർ. അവസാന മണിക്കൂറായി. അവസാന മണിക്കൂർ ആകുമ്പോൾ നമ്മൾ പറയും 11 മണിയായിരുന്നു.
അവസാന മണിക്കൂറായിരുന്നു 2000 വർഷം മുമ്പ് പൗലോസ്ലീഹ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എന്താണ് 11:45 വിചാരിച്ചോ, അല്ലെ 11:50 വിചാരിച്ചോ, ഇനി വെറും 10 മിനിറ്റ്. പ്രപഞ്ചം പ്രപഞ്ചമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തീരാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇനി അധികം നാൾ ഇല്ല നമ്മുടെ ജീവിതം. ആ ഒരവസ്ഥയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളൊക്കെ പരിത്യജിക്കാം, പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം, പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, ഉറക്കം തീരുകയാണ്, നമ്മൾ ഉണരേണ്ട സമയം ആയി. അപ്പോൾ നമ്മുടെ ഉറക്കത്തിലും കർത്താവിനെ സ്നേഹിക്കുന്ന, ഉറക്കത്തിലും നമ്മുടെയൊക്കെ ഹൃദയം കർത്താവിനോട് ചേർന്നിരിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ മനോഹരമാണ് ആ ജീവിതം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യേക കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതെ. പ്രിയപ്പെട്ടവരെ, ഉന്മേഷവാനായി ഉണർന്നു എന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ, ഞാൻ സുഖമായി കിടന്നുറങ്ങി എന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ, ആ ഉത്തമഗീതത്തിലെ മണവാളനെ കാത്തിരുന്നുകൊണ്ട് ഞാൻ ഉറങ്ങി, പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു എന്ന് പറയുവാൻ ഇടയാകുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തകൻ 3-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഒരു വചനം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ദാവീദ് പറയുകയാണ് 3-ാം സങ്കീർത്തനത്തിൽ 5-ാമത്തെ വാക്യം, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ശാന്തമായി ഉറങ്ങുവാനും ഉറക്കത്തിലും ഹൃദയം ഉണർന്നിരിക്കുവാനും കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 131-ാം സങ്കീർത്തനം 2-ാം വചനം, മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ്. ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെ ആകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാക്കൾ. ആ മണവാട്ടി നമുക്ക് മാതൃകയാകട്ടെ. ഞാൻ ഉറങ്ങി, എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Somebody